എവ്രി വൺ. ഇന്ന് ഞാൻ ഇവിടെ നല്ലൊരു പ്രസൻറ്റേഷൻ എങ്ങനെ AI ടൂൾ വഴി ഉണ്ടാക്കണം എന്ന് പറയാൻ പോകുന്നത്. ആ ഒരു ടൂളിൻ്റെ പേരാണ് സ്ലൈഡ്സ് ഗോ. ആദ്യം ഗൂഗിളിൽ പോയി സ്ലൈഡ്സ് ഗോ ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇങ്ങനെ ഒരു ഹോം പേജ് വരും. സൈൻ ഇൻ ഗൂഗിൾ അക്കൗണ്ട് വഴി വേണം ചെയ്യാൻ. AI പ്രസൻറ്റേഷൻ മേക്കറിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് കാണാൻ പറ്റും. അവിടെ പ്രസൻറ്റേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി നിങ്ങൾ ഏതിലാണോ PPT തയ്യാറാക്കേണ്ടത് അതിന് ടോപ്പിക് അവിടെ എഴുതി കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഫേസസ് ഓഫ് മൂൺ ആണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ റൈറ്റിംഗ് ടോൺ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഒരുപാടുണ്ട്, ലൈക്ക് കാഷ്വൽ ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ, ഫോർമൽ, ക്രിയേറ്റീവ് ഉണ്ട്. ഇവിടെ ഞാൻ ഫോർമൽ എന്ന് സെലക്ട് ചെയ്യുവാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ലൈക്ക് ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, ഡച്ച് ഉണ്ട്, ടർക്കിഷ് ഉണ്ട്. സോ നിങ്ങൾ ഏതിലാണോ വേണ്ടത് അത് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നമ്പർ ഓഫ് സ്ലൈഡ്സ് ആണ്. നമുക്കിവിടെ 14 സ്ലൈഡ്സ് വരെ കൊടുക്കാൻ പറ്റും. 14 കഴിഞ്ഞാൽ പെയ്ഡ് വെർഷൻ ആയിരിക്കും. സോ ഇവിടെ ഞാൻ 12 സ്ലൈഡ് ടൈപ്പ് ചെയ്യുക. നമുക്ക് PPT ഏത് സ്റ്റൈലിൽ വേണം അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ പ്രൊഫഷണൽ ആണ് കൊടുക്കുന്നത്, സിമ്പിൾ ബ്ലാക്ക്. എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ജനറേറ്റ് പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുക. 10-12 സെക്കൻഡിന് ശേഷം നമുക്ക് ഇതുപോലൊരു PPT ക്രിയേറ്റ് ആയി കിട്ടും. ഇവിടെ ഞാൻ AI ക്രിയേറ്റ് ചെയ്ത PPT പ്രസൻറ്റ് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് സ്ലൈഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫേസ് ഓഫ് മൂൺ, സെക്കൻഡിലാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, തേർഡിൽ വാട്ട് ആർ മൂൺ ഫേസ്, ദെൻ ഫോർത്ത് ലൂണാർ സൈക്കിൾ, പിന്നെ ന്യൂ മൂൺ ഫേസ്, വാക്സിങ് ഫേസ്, വേനിങ് ഫേസ്. എല്ലാ സ്ലൈഡ്സും ഇൻഫോർമേറ്റീവ് വിത്ത് ഇമേജസ് ഉണ്ട്. ലാസ്റ്റ് 2 സ്ലൈഡ്സ് കൺക്ലൂഷൻ ആൻഡ് താങ്ക്സ്. സ്ലൈഡ്സ് കൊണ്ട് സ്പെഷ്യാലിറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഓരോ സ്ലൈഡ്സിനെ കസ്റ്റമൈസ് ചെയ്യാം, സ്ലൈഡ്സ് ആഡ് ചെയ്യാം. എവിടെയാണ് സ്ലൈഡ് ആഡ് ചെയ്യേണ്ടത് അവിടെ കേഴ്സർ കൊണ്ടുവന്ന് പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ്സിൽ പോയി പിക്ചർ സെലക്ട് ചെയ്യണം. 3 ഡോട്ട്സിൽ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് സെറ്റ് ആസ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സ്ട്രാ സ്ലൈഡ് ആഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ച് ടെക്സ്റ്റിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. സോ ടെക്സ്റ്റിൽ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കാം. ഏത് ഫോണ്ട് ആണെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് നമുക്ക് ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് കൊടുക്കാം, പിന്നെ അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റും, ലൈക്ക് റൈറ്റ് ലെഫ്റ്റ് ജസ്റ്റിഫൈ ചെയ്യാം, പിന്നെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ 3 ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ കൂടുതൽ ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. നമ്മുടെ സ്ലൈഡിൽ എങ്ങനെ വേണോ അത് വെച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്ലൈഡിൽ എനിക്ക് പിക്ചർ മാറ്റണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡിൽ പോയി അവിടെ നിന്ന് നമുക്ക് നമ്മുടെ പിക്ചേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ഫ്രീ പിക്കിൽ നിന്ന് പോയി അവിടെ നമ്മുടെ ടോപ്പിക് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരുപാട് പിക്ചേഴ്സ് അവിടെ വരും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. സോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അപ്രോപ്രിയേറ്റ് ആയത് അവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എടുത്താൽ മതി. ഇനി ഈ ഒരു പിക്ചറിനെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറേ സ്റ്റൈൽസ് അവിടെ കാണാൻ പറ്റും. സോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നെസ് ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പിക്ചറിനെ നമുക്ക് റീസൈസ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ്ങും സബ് ഹെഡിങ്ങൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇനി എലിമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഷേപ്സ് ഉണ്ട്, പിന്നെ ലൈൻസ് ആൻഡ് ആരോസ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഐക്കൺസ് കാണാൻ പറ്റും. സോ നമ്മുടെ സ്ലൈഡിൽ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്കത് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പാണ് എൻ്റെ പിക്ചറിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്ലോഡ് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കവിടെ അപ്ലോഡ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ടു ഇമേജ് ഓപ്ഷനിൽ ട്രൈ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കുക. പിന്നെ ഡൈമെൻഷൻ 1:1 ഉണ്ട്, 3:4 ഉണ്ട്. അത് സെലക്ട് ചെയ്ത് പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റൈൽ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ 3D ആണ് കൊടുക്കുന്നത്. ദെൻ ജനറേറ്റ് ഇമേജ്. 3D ഇമേജ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ സ്ലൈഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് AI പ്രസൻറ്റേഷൻ. സോ അവിടെ ഇപ്പോൾ നമ്മുടെ സ്ലൈഡിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ടോൺ മാറ്റി കൊടുക്കാം, നമ്മുടെ എത്ര സ്ലൈഡ് പേജസ് വേണം അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ദെൻ ലാംഗ്വേജ്. സോ അത് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാം. AI റൈറ്റർ ഇപ്പോൾ നമുക്ക് കണ്ടൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് അവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. പിന്നെ ജനറേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ ടൂൾസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ തന്നെ ടെക്സ്റ്റ് ടു ഇമേജ്, AI പ്രസൻറ്റേഷൻ, AI റൈറ്റർ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രോജക്ട്സ്, നമ്മുടെ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത പ്രോജക്ട്സൊക്കെ അവിടെ കാണാൻ പറ്റും. ഈ ഒരു PPT നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം, മെയിൽ ചെയ്യാം, ഫേസ്ബുക്കിലിടാം, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. സോ ഇതുപോലത്തെ കുറച്ച് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഇതായിരുന്നു സ്ലൈഡ്സ് കൊണ്ട് കുറച്ച് ചെറിയൊരു ഇൻഫർമേഷൻ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്